ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ മെഷർമെൻറ്റ് വീഡിയോ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുമ്പ് ഞാൻ മെഷർമെൻറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് പേർക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അളവെടുക്കുമ്പോൾ ലൂസ് ഇടണോ വേണ്ടയോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അളവെടുക്കുമ്പോൾ നമ്മൾ 1 ഫിംഗർ ലൂസാണ് ഇടുന്നത്. പിന്നെ നമ്മൾ കട്ടിങ് ചെയ്യുമ്പോഴാണ് നമ്മൾ സീം എലവൻസ് ഒക്കെ വിടുന്നത്. അപ്പോൾ ഞാൻ ഇതിനൊക്കെ മുമ്പ് കട്ടിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കറക്റ്റായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ കാണാത്തവർ പ്ലീസ് ഒന്ന് എൻ്റെ ചുരിദാർ കട്ടിങ് വീഡിയോ ഒക്കെ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം. അപ്പോൾ ഞാൻ അതിനുള്ള മറുപടി നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ അളവെടുത്ത് തുടങ്ങാം. ടേപ്പ് ഇങ്ങനെ നേരെ ഇങ്ങനെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ ഇങ്ങനെ നമ്മൾ കസ്റ്റമറോട് ചോദിക്കണം എത്ര ലെങ്ത്ത് വേണമെന്ന്. കസ്റ്റമറെ നേരെ നിർത്തിയിട്ട് വേണം നമ്മൾ അളവെടുക്കാനായിട്ട്. ഇപ്പോൾ 37.5 ഇഞ്ച് ഫുൾ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്ത് എന്ന് എഴുതിയിട്ട് 37.5 ഇഞ്ച് എഴുതുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റ് അളവെടുക്കാം. ചെസ്റ്റ് അളവ് ഇവിടെയാണ് വരുന്നത്. നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കണ്ടിട്ട് വേണം അളവെടുക്കാനായിട്ട്. 33 ഇഞ്ച് ചെസ്റ്റ് അളവുണ്ട്. കണ്ടോ, 1 ഫിംഗർ ലൂസിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ചെസ്റ്റ് എന്ന് എഴുതിയിട്ട് 33 ഇഞ്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബെസ്റ്റ് അളവ് എടുക്കാം നമുക്ക്. ബ്രസ്റ്റ് അളവ് ഇപ്പോൾ ഇങ്ങനെ പിടിക്കണം. 1 ഫിംഗർ ലൂസിൽ പിടിക്കണം. 1 ഫിംഗർ ലൂസിൽ പിടിച്ചിട്ട് 32.25 ഇഞ്ച് 32.25 ഇഞ്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇവിടെയാണ് വരുന്നത്. വേസ്റ്റ് റൗണ്ട് എടുക്കണം. വേസ്റ്റ് റൗണ്ട് 27.5 ഇഞ്ച് കണ്ടോ. വേസ്റ്റ് എന്ന് എഴുതിയിട്ട് 27.5 ഇഞ്ച് എഴുതി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഷോൾഡർ അളവാണ് എടുക്കുന്നത്. ഇപ്പോൾ ഷോൾഡർ ഇവിടുന്ന് ഇവിടെ വരെ ഷോൾഡർ അളവെടുക്കണം. ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ, ഷോൾഡർ അളവ് ഇങ്ങനെയാണ് എടുക്കുന്നത്. 14.5 ഇഞ്ച് ഇപ്പോൾ ഷോൾഡർ അളവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഷോൾഡർ എന്ന് എഴുതിയിട്ട് 14.5 ഇഞ്ച് എഴുതി വെക്കണം. എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ലെങ്ത്ത് നോക്കാം. ഇങ്ങനെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് അവിടെ ടേപ്പ് പിടിച്ച് സെൻറ്ററിൽ ടേപ്പ് പിടിക്കണം. ടേപ്പ് പിടിച്ചിട്ട് കസ്റ്റമറോട് ചോദിക്കണം എത്ര ലെങ്ത്ത് വേണമെന്ന്. ഇങ്ങനെ മടക്കി നോക്കുമ്പോൾ ടേപ്പ് ഇങ്ങനെ മടക്കി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര ഇഞ്ച് വേണമെന്ന്. ഇപ്പോൾ 5 ഇഞ്ചാണ് ഈ ചുരിദാർ ഇട്ടേക്കുന്ന ചുരിദാറിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഞാനൊരു 5.5 ഇഞ്ച് എഴുതുന്നുണ്ട്. 5.5 ഇഞ്ചൊക്കെ കറക്റ്റ് പാകാവും. എന്നിട്ട് ബാക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ച് തൊട്ട് 5 ഇഞ്ച് വരെയൊക്കെ എടുക്കുക. അവർക്ക് എത്ര ഇഷ്ടമാണോ അത്ര ചോദിച്ചിട്ട് എഴുതിയാൽ മതി കേട്ടോ. ചുരിദാറിനൊക്കെ ആണെങ്കിൽ 5 ഇഞ്ച് 4.5 ഇഞ്ചൊക്കെ അവരുടെ ഇഷ്ടത്തിന് എഴുതാം. ഇപ്പോൾ സ്ലീവ് ഇങ്ങനെയാണ്. ഷോൾഡറിൻ്റെ ഇവിടെയാണ് ടേപ്പ് പിടിക്കുന്നത്. ഇപ്പോൾ 3/4 സ്ലീവ് ഇപ്പോൾ ഇട്ടേക്കണ ചുരിദാറിൻ്റെ അവിടെ 11.5 ലെങ്ത്ത് വന്നിട്ടുണ്ട്. സ്ലീവിൻ്റെ 11.5 വന്നവിടെ നമ്മൾ വണ്ണവും നോക്കണം. സ്ലീവിൻ്റെ വണ്ണം നോക്കണം. ഇപ്പോൾ 9.5 ഇഞ്ച് സ്ലീവിൻ്റെ വണ്ണം കിട്ടിയിട്ടുണ്ട്. ഇപ്പം മുട്ടിൻ്റെ അവിടെ ആണെങ്കിൽ മടക്കി നോക്കാൻ പറയണം. മടക്കി നോക്കിയിട്ട് കിട്ടണ അളവാണ് എഴുതി വെക്കേണ്ടത്. ഇപ്പോൾ സ്ലീവ് വിട്ട് താഴെ എഴുതിയിട്ടുണ്ട്. അവിടെ ഞാൻ 9.5 ഇഞ്ച് എഴുതുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലേ. എന്നിട്ട് നമുക്ക് സൈഡ് ഓപ്പൺ സ്ലിറ്റിൻ്റെ അവിടെ എടുക്കാം. സൈഡ് ഓപ്പൺ എത്ര ലെങ്ത്ത് വേണമെന്ന് ഇങ്ങനെ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഒരു നോക്കണം. എത്ര ലെങ്ത്തിലാണ് ഓപ്പൺ വരുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കണം. നോക്കിയിട്ട് ടേപ്പ് പിടിച്ചിട്ട് ഇപ്പം ഞാൻ 20 ഇഞ്ച് എഴുതുന്നുണ്ട് സൈഡ് ഓപ്പൺ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് അളവ് എടുക്കേണ്ടത് ഹിപ്പ് റൗണ്ട്. ഇപ്പോൾ ഹിപ്പ് റൗണ്ടാണ് എടുക്കുന്നത്. 37 ഇഞ്ച് ഹിപ്പ് റൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഹിപ്പ് റൗണ്ട് എന്ന് എഴുതിയിട്ട് ഞാൻ 37 ഇഞ്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ താഴത്തെ ഫ്ലെയർ എത്ര വേണമെന്ന് എടുക്കണം. താഴത്തെ ഫ്ലെയർ കസ്റ്റമറിന് എത്ര വേണം ചോദിച്ചിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ താഴത്തെ ഫ്ലെയർ 20 ഇഞ്ച് എടുക്കുന്നുണ്ട്. കണ്ടോ, ഇത്ര വിഡ്ത്ത് വേണം. 20 ഇഞ്ച് ഫ്ലെയർ എടുത്തിട്ടുണ്ട്. ഇനി ആം ഹോള്, നമ്മുടെ കൈക്കുഴി അളവെടുക്കണം. കൈക്കുഴി കറക്റ്റ് 15 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ദേ കണ്ടോ, 15 ഇഞ്ച് കൈക്കുഴി ഇങ്ങനെയാണ് അളവെടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെഷർമെൻറ്റൊക്കെ ഇങ്ങനെയാണ്. സാധാ ചുരിദാർ കോളർ ചുരിദാർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോളറിൻ്റെ അളവൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ സാധാ ചുരിദാറിൻ്റെ കട്ടിങ് മെഷർമെൻറ്റാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.